വേണ്ടിയിട്ട് ഓരോരോ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് ദിവസം വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രേസൽ വെർബ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഫ്രേസൽ വെർബ്സ് എന്നുള്ളത്. നമുക്കൊരു പാരഗ്രാഫ് വരും, എന്നിട്ട് നമ്മളോട് പറയും അവിടെ ഫ്രേസൽ വെർബ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫ്രേസൽ വെർബ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രേസൽ വെർബ്സ് എന്നുള്ളൊരു കാര്യം ഇംഗ്ലീഷിൽ 5000-ഓളം ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അപ്പോൾ ഒരു 4, 5, 6 മാർക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രേസൽ വെർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സാമിനേഴ്സിനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഫ്രേസൽ വെർബ്സ് ഉണ്ട്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറേ ഫ്രേസൽ വെർബ്സ് ഉണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് എടുത്തിട്ട് നമ്മളത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. അല്ലാതെ ഈ ഒരു 5000 ഫ്രേസൽ വെർബ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ പഠിക്കാൻ സമയം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഫ്രേസൽ വെർബ്സ് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഫ്രേസൽ വെർബ്സിന്റെ മാർക്ക് മിസ് നിങ്ങൾക്ക് പോക്കറ്റിലാക്കി തരാൻ പോവാണ് കേട്ടോ ഒന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്ന് തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നാണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നാണ്. വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ വേർഡ്സ് ആണ് അല്ലേ. ആക്ഷൻ ചെയ്യുന്ന, ആക്ഷൻ കാണിക്കുന്ന വേർഡ്സ് ആണ് നമ്മുടെ വേർബ്സ് എന്നുള്ളത്. അപ്പോൾ ഒരു കൂട്ടം വേർബ്സുകളെയാണ് ഓക്കെ, അപ്പോൾ ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഫോർ എക്സാമ്പിൾ ഗിവ് അപ്പ്. ഇതൊരു ഫ്രേസൽ വേർബാണ്. ഒരു ഫ്രേസൽ വേർബ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വേർബ് കൊണ്ടും ഒരു പ്രപ്പോസിഷൻ കൊണ്ടുമാണ്. ഒരു പ്രപ്പോസിഷൻ കൊണ്ടും ഒരു വേർബ് കൊണ്ടുമാണ്. ഇത് രണ്ടും കൂട്ടി ചേർത്തിട്ടാണ് നമ്മുടെ ഫ്രേസൽ വേർബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗിവ് അപ്പിന്റെ മീനിങ് എന്താണ്? ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് നമ്മുടെ ഫ്രേസൽ വേർബ്സിന് വരിക. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ടേൺ ഡൗൺ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ എന്ന് പറഞ്ഞാൽ കറങ്ങാം, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട്. താഴോട്ട് കറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് എന്നാണ് മീനിങ്. റിജക്റ്റ് എന്നാണ് ടേൺ ഡൗണിന്റെ മീനിങ്. റെഡി ആണല്ലോ? അപ്പോൾ അതാ ഇവിടെ കുറേ ബോക്സിൽ കുറേ ഫ്രേസൽ വേർബ്സ് മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഇത് വായിച്ചു നോക്കാം കേട്ടോ. റെഡി? അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് നമുക്ക് ഫ്രേസൽ വേർബ്സ് പഠിക്കാൻ പറ്റുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഫ്രേസൽ വേർബ്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കാം. നമുക്ക് ഫെമിലിയർ ആവേണ്ട കുറേ ഫ്രേസൽ വേർബ്സ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. മദർ റിജക്റ്റഡ് ദ ചിൽഡ്രൻസ് റിക്വസ്റ്റ് ഫോർ ഗോയിങ് ഔട്ട് ആൻഡ് പ്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അണ്ടർലൈൻ ചെയ്ത അല്ലെങ്കിൽ ബോൾഡ് ആക്കിയിട്ടുള്ള വേർഡ്സിനെ നിങ്ങളോട് ഫ്രേസൽ വേർബ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാ ബ്രാക്കറ്റിൽ ഇതുപോലെ ഫ്രേസൽ വേർബ്സ് കൊടുക്കും. നിങ്ങളായിട്ട് ആ ഫ്രേസൽ വേർബ്സ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ബ്രാക്കറ്റ്സിൽ ഫ്രേസൽ വേർബ്സ് കൊടുക്കും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കിയാലോ. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ. റെഡി? ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, തോൽവി സമ്മതിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ ഗിവ് അപ്പിന് വരുന്നത്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗിൻ എ ജേർണി. പുതിയതായിട്ട് ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ സെറ്റ് ഔട്ട് യൂസ് ചെയ്യുന്നത്. റെഡി അല്ലേ? ടേൺ ഡൗൺ. ടേൺ ഡൗൺ നേരത്തെ പറഞ്ഞു. ടേൺ ഡൗണിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടേൺ ഡൗൺ എന്നുള്ളത്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്റ്റ് ചെയ്യുക. റിജക്ട് സംതിങ് ഓഫേർഡ് ഓർ പ്രപ്പോസ്ഡ്. എന്തെങ്കിലും ഒരു കാര്യം റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് ഓക്കെ, അതിനെയാണ് നമ്മൾ ടേൺ ഡൗൺ എന്ന് പറയുന്നത്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാലോ വെയർ ചെയ്യുക. ഓക്കെ, ധരിക്കുക. എന്തെങ്കിലും ഓർണമെൻറ്റ്സോ ഡ്രസ്സോ ഒക്കെ ധരിക്കുന്നതിനെയാണ് നമ്മൾ പുട്ട് ഓൺ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ മേക്കപ്പ് അല്ല. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് എ സ്റ്റോറി ഓർ പ്ലാൻ, അല്ലെങ്കിൽ ഓർ കോമ്പൻസേറ്റ് ഫോർ സംതിങ് ലോസ്റ്റ് ഓർ മിസ്ഡ് എന്നൊക്കെയാണ്. എന്തെങ്കിലും ഒരു സ്റ്റോറിയോ എന്തെങ്കിലും ഒരു കഥയോ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യുക, നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ മേക്കപ്പിന് വരുന്നത് കേട്ടോ. റെഡി? ഇനി മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ ഡിസൈഡ് വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള മീനിങ് ആണ് നമ്മുടെ മേക്ക് ഔട്ടിന് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കിയാലോ. ഇവിടെ റിജക്റ്റഡിന് നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യും? റിജക്റ്റ് ചെയ്യുക. ടേൺ ഡൗൺ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ റിജക്റ്റഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആക്കണം. അപ്പോൾ എന്ത് എഴുതണം? നമ്മൾ ടേൺ ഡൗൺ എന്ന് എഴുതണം. ഓക്കെ, റെഡി ആണോ? ടേൺ ഡൗൺ എന്ന് എഴുതണം. ഓക്കെ, ടേൺ ഡൗൺ. ദ മദർ ടേൺ ഡൗൺ.
ഇനി നിങ്ങൾക്ക് ഇതാ ഇത് പാസ്റ്റ് ടെൻസ് ആക്കണം എന്നുള്ള ഓർമ്മയൊന്നും വന്നില്ല, കുഴപ്പമില്ല. നമുക്ക് ബ്രാക്കറ്റിൽ ഇതാ ഗിവ് അപ്പ്, സെറ്റ് ഔട്ട്, ടേൺ ഡൗൺ തന്നെയല്ലേ കൊടുത്തിട്ടുള്ളൂ, അതെടുത്ത് എഴുതിയാൽ മതി. പക്ഷേ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് ആക്കാൻ അറിയെങ്കിൽ എന്ത് ചെയ്യുക, പാസ്റ്റ് ടെൻസ് ആക്കുക. പാസ്റ്റ് ടെൻസ് ആക്കിയ ഫോമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ ടേൺ ഡൗൺ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഫ്രേസൽ വെർബ് ഏതാണ് വരിക, സെറ്റ് ഔട്ട് ചെയ്യുക എന്നാണ് അല്ലേ. അപ്പം നമുക്ക് സെറ്റ് ഔട്ട് എന്ന് കൊടുക്കാം. സ്റ്റാർട്ടിൻ്റെ ആൻസർ എന്താണ്, സെറ്റ് ഔട്ട്. ഓക്കെ അപ്പം നമ്മുടെ ടേൺ ഡൗൺ കഴിഞ്ഞു, സെറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് ഏതായിരുന്നു, മേക്ക് ഔട്ട് ആണ് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, മേക്ക് ഔട്ട്. കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് വാസ് ഹാപ്പനിങ്. ഓക്കെ, ഇനി അടുത്തത് അബാൻഡൻ ചെയ്യുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതായിരുന്നു, ഗിവ് അപ്പ് ചെയ്യുക എന്നാണ് അല്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ ഹാഡ് വരുന്നുണ്ട്. അപ്പോൾ ഹാഡിൻ്റെ കൂടെ നമ്മൾ ആരെയാണ് ചേർക്കേണ്ടത്, വേർബിൻ്റെ V3 ഫോം അല്ലേ. ഓക്കെ, നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചപ്പോഴും ഒക്കെ പറഞ്ഞതാണ്, ഹാഡിൻ്റെ കൂടെ ആരാണ് വരിക, വേർബിൻ്റെ V3 ഫോമാണ്. അപ്പോൾ നമ്മൾ ഗിവ് അപ്പ് എന്നല്ല പറയുക, ഗിവൺ അപ്പ് എന്നാണ്. ഗിവൺ അപ്പ്. റെഡി അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് എക്സ്പ്രഷൻസ് വിത്ത് ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഇതേപോലെ ബ്രാക്കറ്റിൽ കുറേ ഫ്രേസൽ വെർബ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താഴെ കാണുന്ന എക്സ്പ്രഷൻസ് നമ്മുടെ ഫ്രേസൽ വെർബ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഈ കൊടുത്തിട്ടുള്ള ഓരോ ഫ്രേസൽ വെർബിൻ്റെയും മീനിങ് നോക്കാം. ഗോൺ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂ ചെയ്യുക, ഒരു കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഗോൺ യൂസ് ചെയ്യുന്നത്. കോളോൺ എന്ന് പറഞ്ഞാലോ, കോൾ ചെയ്യുക, ആരെങ്കിലും വിളിക്കുക എന്നുള്ള മീനിങ് അല്ല, വിസിറ്റ് സമ്മൺ, ആരെങ്കിലും സന്ദർശിക്കുക എന്നുള്ള മീനിങ് ആണ് നമ്മുടെ കോളോണിൽ വരുന്നത്. പുട്ടോൺ നമ്മൾ പഠിച്ചതാണ് അല്ലേ, ധരിക്കുക, ഓർണമെന്റ്സോ ഡ്രസ്സൊക്കെ ധരിക്കുന്നതിനാണ് നമ്മൾ പുട്ടോൺ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പുട്ടക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ പുട്ട് എക്രോസിന് വരുന്നത്. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്താ, എസ്കേപ്പ് ചെയ്യുക, രക്ഷപ്പെട്ടു പോവുക. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. കോൾ ഫോർ എന്ന് പറഞ്ഞാലോ, പബ്ലിക്ലി ആസ്ക് ഫോർ ഓർ ഡിമാൻഡ് സംതിങ്, എന്തെങ്കിലും പബ്ലിക്കായിട്ട് ചോദിക്കുക, ആവശ്യപ്പെടുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ കോൾ ഫോറിന് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഓപ്പോസിറ്റ് പാർട്ടി has called for him to resign. ഓപ്പോസിറ്റ് പാർട്ടി അവരോട് രാജി ആവശ്യപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും പബ്ലിക്കായിട്ട് ആവശ്യപ്പെടുക എന്നുള്ള മീനിങ് ആണ് നമ്മുടെ കോൾ ഫോറിന് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് നോക്കിയാലോ. ഇവിടെ എക്സ്പ്രസ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുക, നല്ല എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ഏതിനായിരുന്നു, യെസ് പുട്ട് എക്രോസിനാണ് അല്ലേ. അപ്പോൾ പുട്ട് എക്രോസ്. വോർ ചെയ്യുക, വോർ എന്ന് പറയുന്നത് വേണ്ട പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്യുക, പുട്ട് ഓൺ ചെയ്യുക. ഓക്കെ, വിസിറ്റ്, ഒരാളെ വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക എന്നുള്ള മീനിങ് വരുന്നത് കോളോൺ ആണ് അല്ലേ, കോളോൺ എന്ന് എഴുതി. ഓക്കെ, അടുത്തത് എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പ് എന്ന് വെച്ചാൽ ഗെറ്റ് അവേ എന്നാണ്. കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാലോ, ഗോൺ ആണ് അല്ലേ, ഗോൺ ആണ്. റെഡി. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ്സിൻ്റെ ആൻസർ എഴുതുക. ഇനി നിങ്ങൾക്ക് ഇതാ അറിയാത്ത ഏതെങ്കിലും ഫ്രേസൽ വെർബ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്, അറിയുന്നതൊക്കെ ആദ്യം എന്ത് ചെയ്യുക, ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഏതെങ്കിലും രണ്ടെണ്ണമൊക്കെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ. അപ്പോൾ അറിയുന്ന ഫ്രേസൽ വെർബ്സ് മീനിങ് അറിയുന്ന ഫ്രേസൽ വെർബ്സ് തന്നെ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അറിയാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ആ ഒരു കോണ്ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഏതാണോ മാച്ച് ആവുന്നത് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഗ്രാമറിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്യാൻസലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ തന്നെ നോക്കിക്കേ, ഗിവ് അപ്പ് ചെയ്യാൻ നമുക്കറിയാം, സെറ്റ് ഔട്ട് നമുക്കറിയാം അല്ലേ. ഇനി ബാക്കി അറിയാത്ത ഫ്രേസൽ വെർബ്സിൻ്റെ മീനിങ് ഒക്കെ നമുക്ക് നോക്കാം. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക. എന്തെങ്കിലും ഒരു കാര്യം സഹിക്കുന്നതിനെയാണ് നമ്മൾ ടോളറേറ്റ് ചെയ്യുക എന്ന് പറയാം. ഐ കനോട്ട് പുട്ട് അപ്പ് വിത്ത് ഹിം, എനിക്ക് അവനെ സഹിക്കാൻ പറ്റൂല എന്നാണ് നമ്മൾ പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കം കഴിഞ്ഞിട്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെയാണ് നമ്മൾ
ഗെറ്റ് അപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും കാര്യം അണയ്ക്കുക, കെടുത്തുക, തീ അണയ്ക്കുക, എക്സ്റ്റിങ്വിഷ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് നമ്മുടെ പുട്ട് ഔട്ടിന് വരുന്നത്. സെറ്റ് ഔട്ട് നമ്മൾ പഠിച്ചതാണ്, എന്തെങ്കിലും ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ സെറ്റ് ഔട്ടിന് വരുന്നത്. ഗെറ്റ് ഇൻ ടു എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, അറൈവ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മൾ ഗെറ്റ് ഇൻ ടുവിന് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. അമൽ ഹാസ് നെവർ ബീൻ ഏബിൾ ടു ഡാഷ് ഏർലി ഫ്രം ബെഡ്. അപ്പോൾ ബെഡിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്നായിരിക്കില്ലേ പറയുന്നത്. അപ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് ഏതാണ് വരിക? ഗെറ്റപ്പ് ആണ്. അപ്പോൾ എ എന്താണ് വരിക? ഗെറ്റപ്പ് ആണ്. റെഡി? Though his mother would set the alarm clock, Amal simply turned it off and went back to sleep. അമ്മ അലാറം ക്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്യെങ്കിലും നിങ്ങളെ പോലെ തന്നെ അത് ഓഫ് ആക്കിയിട്ട് അമൽ വീണ്ടും കിടക്കും, വീണ്ടും തിരിച്ച് കിടന്നുറങ്ങാണ് ചെയ്യുക. അപ്പം നിങ്ങളെ പോലെ ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ അമലും. ഓക്കെ. എവറി മോർണിംഗ് ഹി വുഡ് ഡാഷ് ലേറ്റ് ടു സ്കൂൾ. എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫ്രേസൽ വേർബാണ് യൂസ് ചെയ്യുക? ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ഔട്ട് ആണ് യൂസ് ചെയ്യുക. സെറ്റ് ഔട്ട്. ഓക്കെ. ആൻഡ് സോ ഹി ഡാഷ് ദ ക്ലാസ് ലേറ്റ് എവറി ഡേ. അതുകൊണ്ട് എപ്പോഴും ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് എത്തിച്ചേരുക, അറൈവ് ചെയ്യുക എന്നുള്ള മീനിങ് വരുന്നത് ഏതായിരുന്നു? ഗെറ്റ് ഇൻ ടു ആണ് അല്ലേ? അപ്പോൾ അതിനെ പാസ്റ്റ് ടെൻസ് ആക്കണം. നമ്മൾ എന്ത് എഴുതണം? ഗോട്ട് ഇൻ ടു എന്നാക്കണം. ഗോട്ട് ഇൻ ടു. പാസ്റ്റ് ടെൻസ് ആക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, ഗെറ്റ് ഇൻ ടു എന്ന് എഴുതിയാലും മതി. ഓക്കെ, മാർക്ക് കിട്ടും. പക്ഷേ ഗോട്ട് ഇൻ ടു ആണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. റെഡി? Amal knew well that his class teacher would not dash with the situation. അമലിന് നന്നായിട്ട് അറിയാമായിരുന്നു ആ ക്ലാസ് ടീച്ചർക്ക് ഈ ഒരു സിറ്റുവേഷൻ സഹിക്കാൻ കഴിയൂല. നമ്മൾ ഏത് എഴുതുക? പുട്ട് അപ്പ് വിത്ത് ആണ് അല്ലേ? സഹിക്കുക എന്നുള്ള മീനിങ് വരുന്നത് പുട്ട് അപ്പ് വിത്ത് ആണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ നമ്മുടെ മാർച്ച് 2022 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ റൈറ്റ് ഫ്രേസസ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബോക്സ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ള ടെക്നിക്ക് കൂടി മിസ് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫ്രേസൽ വേർബ്സ് നമുക്കറിയാം? ഗെറ്റപ്പ് അറിയാം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കിടക്കയിൽ എഴുന്നേൽക്കാം. പുട്ട് അപ്പ് വിത്ത് അറിയാം അല്ലേ? പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ടോളറേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് അല്ലേ? അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ ഡാഷ് മൈ കോട്ട്. അപ്പോൾ എൻ്റെ കോട്ട് അഴിച്ചു എന്നായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഇത് രണ്ടും അല്ല, അഴിച്ചു എന്നായിരിക്കും വേണ്ടി വരിക. And hung them up. I had to dash a lot of rats who were running around my room. എനിക്ക് എൻ്റെ റൂമിലൂടെ ഓടുന്ന കുറേ എലികളെ സഹിക്കേണ്ടി വന്നു. സഹിക്കുക എന്നുള്ളത് പുട്ടപ്പ് വിത്ത് ആണ്. അപ്പം നമ്മൾ അത് എഴുതാം, പുട്ടപ്പ് വിത്ത് ആണ്. റെഡി? അപ്പം നമ്മളത് ടിക്ക് ഇടാം. ഓക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐ ഡാഷ് ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ കിടന്നു പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. ഇത് ഏതാണ്? ടേക്ക് ഓഫ് ആണോ ലേ ഡൗൺ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതവിടെ നിർത്താം. ആൻഡ് ഐ ഡാഷ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെറാന്ത ഫോർ എ ലിറ്റിൽ എയർ. അങ്ങനെ ഞാൻ എഴുന്നേൽക്കുക, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് ഗെറ്റപ്പ് ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതി, ഗെറ്റപ്പ് ആണ്. Get up and went out to the veranda for a little air. കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ വരാന്തയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ആൻസർ, അറിയാവുന്ന ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് രണ്ടെണ്ണേ ഡൗട്ട് ഉള്ളൂ അല്ലേ? അപ്പം ഇങ്ങനെ ചെയ്താൽ എന്താ? നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് കുറയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇവിടെ ടേക്ക് ഓഫിൻ്റെ മീനിങ് റിമൂവ് ചെയ്യുക എന്നാണ് കേട്ടോ. ഓക്കെ. എന്തെങ്കിലും ഒരു കാര്യം റിമൂവ് ചെയ്യുക. ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കിടക്കുക എന്നാണ് മീനിങ്. ഓക്കെ. അപ്പോൾ ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ റിമൂവ് ചെയ്തു എന്നുള്ളതിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ടേക്ക് ഓഫ് ആണ്. പക്ഷെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ ടുക്ക് ഓഫ് എന്ന് എഴുതാം. റെഡി? ഓക്കെ. ഇനി ഏതാണ് വരിക? ഇനിയൊന്നും നോക്കാനില്ല, ലേ ഡൗൺ ആണല്ലേ, കിടക്കുക. പക്ഷെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ലൈ ഡൗൺ എന്ന് എഴുതാം. ലേ ഡൗണിൻ്റെ മീനിങ് എന്താ? കിടക്കുക. ഐ ലൈ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Fill in the blanks using the right phrases from the ones given in the boxes. അപ്പോൾ നേരത്തെ പോലെ ബോക്സിൽ ഇതാ കുറേ ഫ്രേസൽ വേർബ്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പുട്ടപ്പ് വിത്ത് നമുക്കറിയാം. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക.
ഗോ ഫോറും ടേൺ അപ്പും ആണല്ലേ നമുക്കറിയാത്തത്. ഗോ ഫോറിൻ്റെ മീനിങ് ആണ് അപ്രോച്ച് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിനെ സമീപിക്കുക എന്നുള്ള മീനിങ് ആണ് നമ്മുടെ ഗോ ഫോറിന് വരുന്നത്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, അറൈവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക, അപ്പിയർ ചെയ്യുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ ടേൺ അപ്പിന് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. A lot of people dash to watch the shooting of the film. കുറേ ആൾക്കാർ ഷൂട്ടിങ് കാണാൻ, ഫിലിമിൻ്റെ ഷൂട്ടിങ് കാണാൻ എത്തിച്ചേർന്നു, അറൈവ് ചെയ്തു. ടേൺ അപ്പ് അല്ലേ, ടേൺഡ് അപ്പ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. turned up to watch the shooting of the film. The film crew dash requesting the people to clear the film. ഫിലിം ക്രൂ എന്ത് ചെയ്തു? റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഗോണിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ വരിക? വെൻറ്റ് ആണ് അല്ലേ. ഗോ, വെൻറ്റ്, ഗോൺ എന്നാണ്. ഇപ്പോൾ ഗോണിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? വെൻറ്റ് ആണ്. അപ്പോൾ വെൻറ്റ് ഓൺ requesting the people to clear the field, but all the requests were dashed by the big crowd that assembled there. പക്ഷെ എല്ലാ റിക്വസ്റ്റുകളും ആൾക്കാർ അവിടെ കൂടി ചേർന്നിട്ടുള്ള ക്രൗഡ് റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്യുക ടേൺ ഡൗൺ ആണ്. അപ്പോൾ ടേൺ ഡൗൺ by the big crowd that assembled there. But when the tiger emerged from the cage and അപ്പോഴാണ് നമ്മുടെ കേജിൽ നിന്ന്, കൂട്ടിൽ നിന്ന് നമ്മുടെ ടൈഗർ വന്നിരുന്നത്. എന്നിട്ട് ആരെ സമീപിച്ചു? നമ്മുടെ ക്രൗഡിനെ സമീപിച്ചു. അപ്പോൾ നമ്മളെ സമീപിക്കുക എന്നുള്ള മീനിങ്ങിന് ഏത് ഫ്രേസൽ വെർബാണ് യൂസ് ചെയ്യുക? ഗോ ഫോർ ആണ് അല്ലേ. അതിൻ്റെ പാസ്റ്റ് ആകുമ്പോൾ വെൻ ഫോർ യൂസ് ചെയ്യണം. ഓക്കെ, വെൻ ഫോർ ദ ക്രൗഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Complete the following passage choosing appropriate phrasal verbs from the ones given below. Okay, അപ്പോൾ Aunt Jane thought Jack and Jill were working hard dash A. അപ്പോൾ എന്താണ് വർക്കിംഗ് ഹാർഡ് ടു ഒരു സഹകരിച്ച് പോകാൻ, ഒരു വെരി വെൽ ഇൻ ദയർ ലൈഫ്, നന്നായിട്ട് ജീവിതത്തിൽ സഹകരിച്ച് പോവുക എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. അപ്പോൾ സഹകരിക്കുക എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഇതിൽ ഏതാണ്? അപ്പോൾ പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാം. പേ ഓഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യുക, പൈസ അടയ്ക്കുക എന്നുള്ള മീനിങ്, റീപേ ചെയ്യുക, പേ ഇൻ ഫുൾ എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ പേ ഓഫിന് വരുന്നത്. എൻഡ് അപ്പ് എന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരുക, അതിൻ്റെ എൻഡ് ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ എൻഡ് അപ്പിന് വരുന്നത്. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാലാണ് കോപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക എന്നുള്ള മീനിങ് വരുന്നത്. ടേക്കൺ എബാക്ക് എന്ന് പറഞ്ഞാലോ സർപ്രൈസ്ഡ് ആവുക, ഷോക്ക്ഡ് ആവുക എന്നുള്ള മീനിങ് ഒക്കെയാണ് നമ്മുടെ ടേക്കൺ എബാക്കിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ആൻഡ് ജെയിൻ തോട്ട് ജാക്ക് ആൻഡ് ജിൽ were working hard to get along very well in their life, but she could not dash the idea of installment plans. പക്ഷേ ഒരു ഐഡിയ ഓഫ് ഇവരുടെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻ എന്ന ഐഡിയ ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പുട്ടപ്പ് വിത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പുട്ടപ്പ് വിത്ത് സഹിക്കാൻ പറ്റുന്നില്ല, പുട്ടപ്പ് വിത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻ ഒന്നും ആർക്ക് തയ്ക്കുന്നില്ല? നമ്മുടെ ആൻജലിന് തയ്ക്കുന്നില്ല. ദ ഐഡിയ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ് ആൻഡ് ഷീ ഗേവ് ദം എ ചെക്ക് ആൻഡ് ആസ്ക്ഡ് ദം ടു ഡാഷ് വൺ ഓഫ് ദെയർ ബിൽസ്. അങ്ങനെ നമ്മുടെ ആൻജലിന് ഒരു ചെക്ക് കൊടുക്കുകയാണ്, എന്നിട്ട് അതിലൊരു ബില്ല് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ പേ ഇൻ ഫുൾ എന്നുള്ള മീനിങ് എന്താ? പേ ഓഫ് ചെയ്യുക. റെഡി. ആൻഡ് ഷീ റിമൈൻഡഡ് ദം ദാറ്റ് ഇഫ് ദേ didn't pay their bills they would dash in the street. ഇനി ബില്ല് പേ ചെയ്തില്ലെങ്കിൽ അവർ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ തെരുവിൽ എത്തിച്ചേരും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ എൻഡ് അപ്പ് ചെയ്യുക. ഓക്കെ, എൻഡ് അപ്പ് ചെയ്യുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രേസൽ വെർബ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രേസൽ വെർബ്സ് ഒക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫ്രേസൽ വെർബ്സിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.